പഴയ 10-25 വർഷത്തിന് പുറമോട്ടുള്ള ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോവുക. ചക്ക, മാങ്ങ, കുപ്പച്ചീര, സാമ്പാർ ചീര, മുള്ളൻ ചീര, കൊഴുപ്പ, തഴുതാമയുടെ ഇല, വാഴയില, വാഴപ്പിണ്ടി, വാഴക്കൊമ്പ്, വാഴക്കായ, പപ്പങ്ങ, മുരിങ്ങയില, മുരിങ്ങക്കായും, മുരിങ്ങപ്പൂവ്, പച്ചണ്ടി കീറിയത്, പേരയ്ക്ക, സപ്പോട്ടയ്ക്ക, ആഞ്ഞിലിച്ചക്കയുടെ കുരു, ചക്കക്കുരു, ചക്കയുടെ മൊത്തം അവയവങ്ങൾ, ഇതെല്ലാമായിരുന്നു. ചേമ്പിൻ്റെ താള്, കിഴങ്ങ്, കാച്ചിൽ, ചേന, ചേമ്പ്, അതൊക്കെ തിരിച്ചു വരട്ടെ. അരി അവനവൻ കുത്തിയ, കേട്ടോളൂ, അവനവൻ കുത്തിയ നെല്ല്, കൃഷി ചെയ്ത നെല്ല് അവനവൻ കഴിക്കുക. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രകൃതിക്കാർ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വളം ചെയ്യാത്ത നെല്ലുണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫോൺ നമ്പർ എന്നെ വിളിച്ചോളാൻ പറ, ഞാൻ കൊടുക്കുക. എത്ര പേർക്ക് ഇപ്പം ജൈവ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോഴേ പോയി ബുക്ക് ചെയ്യുക. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവനൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അവന് സാമാന്യമായ കൂലി കൊടുക്കുക. 100 രൂപ വില പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപ കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായാൽ എല്ലാം നിന്റെ വീട്ടിൽ വരും. ഏത് ഗോഡൗണിലോ ഏത് ഫ്ലാറ്റിലോ പോയി താമസിച്ചോ ഒരു കുഴപ്പവും വരില്ല. അത് കഴിഞ്ഞ് അരി, പച്ചക്കറി, അവനവനുണ്ടാക്കുന്ന പച്ചക്കറി ടെറസിൻ്റെ മേളിലും നിങ്ങൾക്ക് 14 ദിവസം കൊണ്ട് ചീര വളർത്തിയെടുക്കാൻ പറ്റും. ഒരു മുരിങ്ങക്കോല് കൊണ്ട് നടാൻ പറ്റും. ഇത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലേ? ചക്കയിൽ പണ്ട് ആൾക്കാർ മുള്ളു മാത്രമേ ഉള്ളൂ കളയാനെന്ന് പറയും. ഇല്ല, ഞങ്ങളുടെ ഇതിനകത്ത് മുള്ളുമില്ല കളയാനിപ്പോൾ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം വരുന്നതിന് ചക്കമുള്ള് 3 സ്പൂണും 60 മില്ലി ചെറുകൂടെ നീരോടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും മാറും. കാരണം ചക്ക ഒരു സമീകൃത ആഹാരമൊന്നുമല്ല. ഇല്ല, പാലല്ല സമീകൃത ആഹാരം, ചക്ക സമീകൃത ആഹാരമാണ്. പപ്പങ്ങ സ്ഥിരമായിട്ട് കഴിച്ചോളൂ. കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്ററ്റിൻ്റെ കൗണ്ട് ഒരിക്കലും കുറയില്ല. ഞാൻ പപ്പങ്ങയുടെ ഇലയാണ് പ്ലേറ്ററ്റിൻ്റെ കൗണ്ട് കുറയുമ്പോൾ അവൻ ക്യാൻസർ എന്ന് മുദ്രയടിക്കുന്നിടത്ത് ഞാൻ കൊടുക്കുന്ന സാധനം പപ്പങ്ങയുടെ ഇലയാണ്. പപ്പങ്ങയുടെ ഇല കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പ്ലേറ്ററ്റ് കയറി വരും. അത് കഴിഞ്ഞ് മദ്യം, ലഹരി, പുകവലി, ചായ, കാപ്പി ഇത് നിർത്തുക. ഇത് കുടിക്കാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ നിർത്തി. അയഡിൻ ചേർന്ന ഉപ്പ് നിർത്തി. അത് കഴിഞ്ഞ് മൈദയുടെ ഉൽപ്പന്നങ്ങളും നിർത്തി. കല്യാണ വീട്, ഹോട്ടല്, പാലുകാച്ച് ഇവിടങ്ങളിൽ പോയി ശാപ്പാട് കഴിക്കാതിരിക്കുക. കല്യാണ വീട്, ഹോട്ടല്, പാലുകാച്ച്, സൽക്കാരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് ശാപ്പാട് കഴിക്കരുത്. നിങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുക. അവർ വേണ്ടത് പൈസ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് അപ്പോൾ കല്യാണ വീട്ടിൽ ചിലപ്പോൾ കഴിക്കാൻ അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ. അപ്പം പറഞ്ഞാൽ മതി, ഞാൻ ഒരു വൈദ്യുത മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, പഥ്യത്തിലാണ്, അതുകൊണ്ട് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ ആരും പറയില്ലല്ലോ. അതൊന്നും പറ്റത്തില്ല, ഇപ്പം തിന്നേ പറ്റത്തുള്ളൂ എന്നൊന്നും ആരും പറയില്ല. അതിനോട് മനസ്സുണ്ടാവണം. അല്ല, അത് കാണുമ്പോൾ വായി ആക്രാന്തം ഉണ്ടാവരുത്. വെള്ളം അത് മനസ്സിലായോ? അതുണ്ടായി കഴിഞ്ഞാൽ രക്ഷയില്ല. അതുപോലെ തന്നെ അവൻ്റെ വെള്ളം പോലും കൂടി അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ജ്യൂസ് വരും. അപ്പം തന്നെ അവനെ വെൽക്കം ആക്കുകയാണ്. ആ ജ്യൂസ് കുടിക്കരുത്. നമ്മുടെ കുപ്പിക്കകത്ത് നമ്മുടെ ബാഗിനകത്ത് വെള്ളം എടുക്കുക, കുടിക്കുക. എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ ശാപ്പാടും ഒരു കുപ്പി വെള്ളവും കാണുക. വെളിയിൽ നിന്ന് ഒരു സാധനം കഴിക്കില്ല എന്നങ്ങോട്ട് ഉറപ്പ് വരുത്തുക. സമ്മതിച്ചല്ലോ? പച്ചക്കറിയെല്ലാം അവനുണ്ടാക്കി കഴിച്ചു. ഇനി പാൽ ഉൽപ്പന്നവും കഴിക്കാൻ പാടില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ അവനവൻ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ എല്ലാം വേറൊരു ഒറ്റ എണ്ണ മേടിക്കാൻ പാടില്ല. വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ പാടില്ല. തലയിൽ തേക്കുന്ന എണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുക. അപ്പം മുടി അവിടെ ഇരുന്നോളും. അത് കഴിഞ്ഞ് അലൂമിനിയം പാത്രത്തിൽ ആഹാരം വെച്ച് കഴിക്കരുത്. പ്ലാസ്റ്റിക് പാത്രത്തിൽ ചൂടോടെ ആഹാരം കഴിക്കരുത്. പിന്നെ പലവ്യഞ്ജനങ്ങളെല്ലാം അവനവൻ പൊടിച്ച് കഴിക്കുക. നിങ്ങൾക്ക് കറി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഒറ്റമൂലിയുണ്ട്. കഞ്ഞി വേവുമ്പോൾ ആ കഞ്ഞിക്കലത്തിനകത്തോട്ട് ഒരു വാഴയില വെട്ടിക്കൊണ്ടുവന്ന് പീസായിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ടേക്കുക. വെന്ത് കഴിയുമ്പോൾ ഈ വാഴയില എടുത്ത് കളയുക, ഊറ്റിയോ കഞ്ഞി കുടിക്കുകയോ ചെയ്യുക. സകല കൂട്ടാനുമായി ഈ വാഴയിലക്കകത്ത ക്ലോറോഫിൽ മൊത്തം ഈ കഞ്ഞി അങ്ങ് വലിച്ചെടുക്കും. മൊത്തം കൂട്ടാനായി. വെളിയിൽ പോയി ഒരു ഒറ്റ കൂട്ടാൻ്റെ ആവശ്യമില്ല. പണ്ട് ചമ്മന്തിയും ചോറും മാത്രം വാഴയിലക്കകത്തിട്ടുകൊണ്ട് സ്കൂളിൽ കൊണ്ട് പഠിച്ചവരാണ് നമ്മൾ. അന്നൊന്നും പോയി നമുക്കൊരു ചന്തിയും തേമ്പിയിട്ടില്ല. ആരും തേമ്പിട്ടുണ്ട്. ഇപ്പം വിറ്റാമിൻ ഊവും മറ്റേ ഈയും ഒക്കെ കൂടെ കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അന്ന് അവർക്കതിനൊരു ശൈലി ഉണ്ടായിരുന്നു. അന്ന് കപ്പയാണ് തിന്നത്, ഊറ്റക്കപ്പ, കട്ടൻ കപ്പ തിന്നവരാ നമ്മൾ. ചക്ക മുള്ളു കുരു പൊത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ ആ ചവിണി വരെ അവിച്ച് തിന്നവരാ നമ്മൾ. അതിൻ്റെ പൂഞ്ഞെടുത്ത് തീയലുണ്ടാക്കി. ആ തീയലിനകത്ത് ശകലം ചക്കക്കുരുവും ശകലം ഉണക്കത്തേങ്ങ കൊത്തും ശകലം പച്ചണ്ടിയും കൂടെ അരച്ചിട്ട്
തീയലുണ്ടാക്കി തിന്ന നമുക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവില്ലാത്ത കാര്യം. കണ്ണിന് ഗ്ലാസ് വെച്ചില്ല, മൂക്കില്ല, ജലദോഷമില്ല, അസ്തലീനും ഡർഫലീനും വലിച്ച് ആസ്മക്കാരനെ കണ്ടില്ല. ഇത്രയും ടി ബി കണ്ടില്ല, ഇത്രയും ക്യാൻസർ കണ്ടില്ല, ഒരെണ്ണവും കണ്ടില്ല. അപ്പോൾ ഈ ഒരു ജീവിതശൈലി നിങ്ങൾക്ക് തുടങ്ങാമെന്നുണ്ടെങ്കിൽ എല്ലാ സർവ്വരോഗ സംഹാരിയാണ്.